ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, അതായത് ഇവൾക്ക് ബസ് കണ്ടക്ടറുമായിട്ടുള്ള ബന്ധം അഖിലനാർഡിക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. അഖിലനാർഡി 2-3 തവണ ഇവൾക്ക് താക്കീത് കൊടുത്തതാണ്. എന്നാൽ അവൾ ആ സമയത്ത് പറഞ്ഞത് ബസ് കണ്ടക്ടർ എൻ്റെ പിന്നിൽ വരുന്നു അഖിലേട്ട എന്നാണ്. അത് ശരി തന്നെയാണ്. അതായത് ബസ് കണ്ടക്ടറാണ് ഇവരുടെ പിന്നിൽ നിരവധി തവണ പോയതും അതിനുശേഷം വലിയ വഴക്കായി. അതിനുശേഷമാണ് ഈ പറയുന്നത് പ്രേമത്തിലേക്കൊക്കെ എത്തുന്നത്. എന്നാൽ ഒരു തവണ ചാറ്റ് നല്ല രീതിക്ക് പിടിച്ചപ്പോൾ അഖിലനാർഡിയുടെ ഭാര്യ പറയുകയാണ്, എനിക്കെന്താ വട്ട, അതായത് ആ കിളവനെ പ്രേമിക്കാൻ എനിക്ക് വട്ടാണോ എന്ന് അഖിലനാർഡിയുടെ ഭാര്യ അഖിലനാർഡിയോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ വിചാരിച്ചു ശരി ഇവൾക്ക് പ്രേമമൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ, വീണ്ടും ഒരു കാര്യം പറയുന്നു, ബസ് കണ്ടക്ടറാണ് പിന്നിൽ വന്നത്. ഓക്കെ, ഇപ്പോൾ അഖിലിൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ സങ്കടമാണ് തോന്നിയത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി കാര്യം ഞാൻ പറയാം. ഓക്കെ, പെണ്ണുങ്ങളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് പണ്ണ മാട്ടേൻ, ഇനി മുതൽ ഞാൻ വായി നോക്ക മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അനപ്പ മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് റിക്വസ്റ്റ് അയക്ക മാട്ടേൻ, പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഇറക്ക മാട്ടേൻ. ഇത് സത്യോ സത്യോ സത്യോ? ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഓവറായിട്ട് കോമാളിയാവരുത്. ഇപ്പോൾ യൂട്യൂബിൽ അഖിലനാർഡിയെ കുറേ പേര് കോമാളി എന്ന് വിളിക്കുന്നുണ്ട്. അത് യൂട്യൂബ് മേഖലയാണ്. പക്ഷെ എല്ലാത്തിലും അതിൻ്റെ ഇടയ്ക്ക് ഈ വൈഫിനെ കൊണ്ടുവരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ആ വീടിനുള്ളിൽ നിന്ന് അഖിലനാർഡിയുടെ പീഡനമല്ല, അതായത് അഖിലനാർഡി അടിക്കത്തില്ല, തെറിയൊന്നും വിളിക്കത്തില്ല, പക്ഷേ അങ്ങേര് 24 മണിക്കൂറും ക്യാമറ കൊണ്ടുപോകുന്നുണ്ട്. അതായത് 24 മണിക്കൂറും തിരക്കിലാണ്, ഷൂട്ടിലാണ്. അതുകൊണ്ടാണ് ഇവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഒരു കാര്യം പറയാം, എന്ത് തന്നെ വന്നാലും ഞാൻ അഖിലിനൊപ്പമാണുള്ളത്. ഇവൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരാളെയും, അതായത് ഇവൾക്ക് അതായത് ഇവൾക്ക് ഇപ്പോൾ അഖിലിനെ വേണ്ടെങ്കിൽ പറഞ്ഞു പോയിക്കൂടെ, എനക്ക് നിന്നെ വേണ്ട, ഡിവോഴ്സിന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവാമല്ലോ. ഓക്കെ പോലെ പ്രേക്ഷകരെ, അലിൻ ജോസ് പെരേര ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് എന്തായാലും ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പൊ അഖിലേട്ട വിഷമിക്കരുത്. അപ്പോ ലൈഫാണ്. അപ്പോ അഖിലനാട് ചേട്ടൻ കാണാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യണത്. അപ്പോ അദ്ദേഹത്തിന്റെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്, കല്യാണ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലൊരു സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ ആൾക്കാരിപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കും, പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഒരു എക്സാമ്പിളാണ്, എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്. കാരണം എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായാലും പെണ്ണിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് കൂളായിട്ട് എടുക്കാം ചേട്ടാ. അപ്പോൾ എന്തായാലും വിഷമമുണ്ട്. കാരണം എന്നെക്കാളും പ്രായം കൊണ്ട് മൂത്താണ്. അപ്പോൾ ചേട്ടന് കൂളായിട്ടിരിക്കാം, വേറെ ഒന്നും ചിന്തകളൊന്നും വേറെ ഉണ്ടാകരുത്. കാരണം സാധാരണ ഇങ്ങനത്തെ ചിന്തയിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നും കാണിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് പേര് മറ്റേ പല രീതിയിൽ റിയാക്ട് ചെയ്ത് കാണുന്നുണ്ട്. കാരണം ഇതൊരു കണ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ശരിക്കും നമുക്ക് ഉള്ളിൽ തട്ടിയിട്ട്. കാരണം ഇത്രയും പുള്ളി ഇപ്പൊ എന്നെക്കാളും പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സിനിമയിൽ വരെ അഭിനയിച്ച്, എന്നിട്ടും ആ ഒരു ഫാമിലിയിൽ അതൊരു ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് വന്നെങ്കിൽ അത് എന്താ പറയാ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ എന്തായാലും ഇനി വിഷമിക്കാണ്ട് കണ്ടന്റ് ചെയ്യുക. ചേട്ടൻ ഒരിക്കലും മറ്റുള്ള ചിന്തകളിലേക്ക് പോകരുത്, ബാഡായിട്ടുള്ള ചിന്തിക്കരുത്. കാരണം ലൈഫാണ്. ഞാനും ഈ ട്രോമയിലൂടെ കടന്നു പോയതാണ്. എന്നെ ഒരുപാട് ആൾക്കാരൊക്കെ തേച്ചതാണ്. അതൊക്കെ നമുക്ക് പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോ നമ്മളും ഈ കല്യാണം കഴിക്കാണ്ട് തന്നെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഓക്കെ, അലിൻ ജോസ് പെരേര ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, എന്തു തന്നെയായാലും ഒളിച്ചോടുന്നത് തെറ്റ് തന്നെയല്ലേ. ഒരു കാര്യം പറയാം, ഞാൻ വേറൊരു യാത്രയിലാണ്. ഈ ഒരു കേസ് ഞാൻ ഇന്നാണ് ഇത്തിരി പഠിക്കുന്നത്. അതായത് ഞാൻ ഇന്നാണ് 4 ആൾക്ക് വിളിച്ചിട്ട് ഇതിൻ്റെ അവസ്ഥ ചോദിക്കുക. അപ്പോൾ അണക്കറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാലൊരു കുഞ്ഞു കാര്യം കൂടി പറയാം. ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം, അതായത് നിങ്ങൾ കാണണം, അതിനുശേഷം അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കമന്റ്സ് എന്താണെന്നറിയോ? ഇനിയാണോ ഈ ഒരു വീഡിയോയുടെ അടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് ആയിരുന്നു അത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പക്ഷെ പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടോ. കമന്റ്സ് മാത്രമല്ല കേട്ടോ, വഴി പോകുന്നവരും വരുന്നവരും എല്ലാവരും ഇത് തന്നെ എന്നോട് ചോദിക്കാറ്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വയറ് കണ്ട ആൾക്കാരും തോന്നും, എനിക്കും തോന്നാറുണ്ട്. ഇനി ഓക്കെ, അതായത് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ചില പെൺകുട്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ, എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുട്ടിയാവാത്തത് എന്ന്. ചിലപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കും ഒളിച്ചോടിയത്. ഓക്കെ,
ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇപ്പോൾ ദൈവം തരുന്ന സമയത്ത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ അഥവാ ഈ പറയുന്ന ഇവൾക്ക് പെട്ടെന്ന് കുട്ടി വേണം, അങ്ങനെയാണ് ഈ പറയുന്ന അഖിലുമായി ബന്ധപ്പെട്ടാൽ കുട്ടിയാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അഖിലേട്ടാ ഇത് ശരിയാവത്തില്ല, എനിക്ക് കുട്ടി വേണം, നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ പോകുന്നു, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, അതല്ലേ നല്ലത്, അങ്ങനെയല്ലേ? അല്ലാതെ ഉറക്കി കിടത്തി പാവം ആ മനുഷ്യനെ, അഖിലന്നാർഡി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കിടന്നുറങ്ങിയിട്ട് നീ ഉറങ്ങടാ മൈര എന്ന് പറഞ്ഞിട്ട് കണ്ടവൻ്റെ കൂടെ പോകുന്നത് തെറ്റല്ലേ? വളരെ വളരെ തെറ്റാണ്. ഒരു കാര്യം പറയാം, ഇവള് 100% അനുഭവിക്കും പൊന്നു പ്രേക്ഷകരെ. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ ആയുസോറുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ തന്നെ വീഡിയോ ചെയ്യും, ഇവള് അതായത് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അഖിൽ ഇവളെ ഏറ്റെടുക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒളിച്ചോടിയ ഒരു പോട്ട് നമുക്ക്, അതായത് ഈ ഷഹലയുടെ കേസിലായാലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒളിച്ചോടുന്നൊരു രസത്തിന് ഓടിക്കഴിയുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല. ഇപ്പോൾ അഖിലിൻ്റെ കൂടെ ജീവിച്ചതുപോലെയല്ല. അഖിലിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അഖിലിപ്പോൾ ഇവൾ കാഡംബര ജീവിതമാണ്, എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ സാധനം എത്തും. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആഡംബര കാറ്, ഇഷ്ടം പോലെ പൈസ. നേരെ മറിച്ചിട്ട് ബസ് കണ്ടക്ടറുടെ കൂടെ പോയപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇവരുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് അത് തീരുന്നത് വരെ ഉണ്ടാവും എല്ലാം. അതിനുശേഷം അവന് ബസ് കണ്ടക്ടർ ഇട്ടിട്ട് പോകും, അതിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ ഞാനിങ്ങനെ പറയാൻ കാരണം, നോക്കൂ നിങ്ങൾ, ഒരു VIP, ഇപ്പോൾ VIP ആയിട്ട് നല്ല രീതിക്ക് ജീവിച്ചൊരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവൻ്റെ കൂടെ പോയാൽ എന്താവും? ബസ് കണ്ടക്ടറെ ഞാൻ ചെറുതാക്കിയതല്ല, അവൻ്റെ കയ്യിൽ മുക്കാലില്ല, ₹1 പൈസ ഇല്ല, പക്ഷെ അവന് വേണം ഇത്. അപ്പൂപ്പൻ്റെ വയസ്സായി. എടാ ബസ് കണ്ടക്ടറെ, ഒരു കാര്യം പറയാം, നീ അഖിലെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കണമായിരുന്നു. അയാളുടെ അവസ്ഥ, അയാളിപ്പോൾ പറയുന്നതിന് എനിക്ക് ടെൻഷനൊന്നും ഇല്ല, അവളൊന്നും പറയണ്ട, പോയത് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഇതല്ല ഇതിൻ്റെ സത്യാവസ്ഥ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം സങ്കടമുണ്ട്. ഇവനെന്തായി തൊലി വെളുപ്പുള്ള നല്ലൊരു പെണ്ണിനെ കിട്ടി, ₹1 പോലും ചിലവില്ലാതെ. അതായത് അവൻ്റെ വിചാരം കയ്യിൽ ₹1000 പോലും ഇല്ലാതെ എത്ര നല്ല പെണ്ണണക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്ത കഷ്ടം തന്നെയാണ്. അണക്കിപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് ഈ ബസ് കണ്ടക്ടറുടെ ഫാമിലി, അവന് കല്യാണം കഴിഞ്ഞാൽ കുറേ അന്വേഷിച്ച് കിട്ടുന്നില്ല, ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല, വിവാദമാവും എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഒളിച്ചോടാൻ പോകുന്നവരോടാണ്, ഉറപ്പായിട്ടും പണി കിട്ടും. ഇപ്പോൾ ഇതേ പറയുന്ന മേഘ അനുഭവിക്കും, ഉറപ്പാണ്. ഈ പറയുന്ന അഖിലന്നാരുടെ സ്വത്തും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കിട്ടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇവളാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ എനിക്ക് ഇവളെ വേണ്ടാന്ന് പറയുമ്പോഴാണ് സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നേരെ മറിച്ചിട്ട് അവൾ വേണ്ടാന്ന് പറയുമ്പോൾ ₹1 പോലും കിട്ടത്തില്ല എന്നാണ് തോന്നുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്വർഗ ലൈഫിൽ നിന്ന് നരകത്തിലേക്ക് സ്വയം പോയിനെ നമുക്ക് അങ്ങനെ തന്നെ ഇതിനെ പറയാൻ പറ്റും. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കുക. അല്ലെങ്കിൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് വേറെ എന്തെങ്കിലും ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, ഒളിച്ചോടുന്നതല്ല, ഒന്നെങ്കിൽ പറഞ്ഞിട്ട് ഡിവോഴ്സ് ചോദിച്ചിട്ട് വാങ്ങുക, അങ്ങനെ പോവുക. അതായത് അങ്ങനെ ഒന്നും നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടിയാൽ അത് നിങ്ങൾക്ക് തന്നെ 8ന്റെ പണി കിട്ടും, നിങ്ങളുടെ കുടുംബക്കാർക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ബൈ.